ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമ്മൾ സോപ്പ് ബോക്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു സോപ്പ് പെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലുള്ള പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനായിട്ടുള്ളത് വീടിൻ്റെയൊക്കെ മേൽക്കൂര നമ്മൾ വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ, അപ്പോൾ ആ ഒരു ഷേപ്പിൽ വരച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിലാണ് വരച്ചിട്ടുള്ളത്. അതുപോലെ ആ ഒരു സോപ്പ് ബോക്സിൻ്റെ ബാക്ക് സൈഡിലും നമ്മൾ 3 സെൻറ്റിമീറ്റർ അളവിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ടുള്ളതാണ് കേട്ടോ. അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ 2 സൈഡിലുള്ള പോർഷൻസ് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ സോപ്പ് പെട്ടിനെ നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കളർ പേപ്പറാണ്. അപ്പോൾ അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഞാനിവിടെ ഒരു ബ്ലൂ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു സോപ്പ് പെട്ടീനെ ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു ഊഹം ഉണ്ടാവുമല്ലോ ഇത്രയും പേപ്പർ വേണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിക്ക് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു സോപ്പ് പെട്ടി കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ വെച്ച് നോക്കിയിട്ട് നമ്മൾ ആ ഒരു കളർ പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സോപ്പ് പെട്ടീനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കളർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു കളർ പേപ്പറിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതുപോലെ 2 മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്ത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ പോർഷൻ മാത്രം മതി കേട്ടോ. ഇനി അത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ആ 2 കളർ പേപ്പറിൽ നിന്നും ഇതുപോലെ ഹാർട്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 വലുതും പിന്നെ 3 അതിനേലും കുറച്ചുകൂടി സൈസ് കുറഞ്ഞതുമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ചെറിയ ഹാർട്ട് ഷേപ്പിലുള്ളത് വലിയ പീസ് ഉണ്ടല്ലോ അതിനുള്ളിലായിട്ട് സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ 3 നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ കളർ പേപ്പറിൽ നിന്ന് ഇതുപോലെ 3 പീസ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അതിലായിട്ടൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സോപ്പ് പെട്ടിയിലായിട്ട് നമുക്ക് ഈ 3 പീസും ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ 2 സെയിം സൈസും പിന്നെ സെൻറ്ററിൽ വരുന്നത് കുറച്ചുകൂടി സൈസ് കുറഞ്ഞ രീതിയിലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെയിം സൈസ് തന്നെ മതിയെങ്കിൽ 3 ഒരേ ലെങ്ത്തിൽ തന്നെ എടുക്കാം കേട്ടോ.
ഇനി നമ്മൾ ആ ഹാർട്ട് ഷേപ്പിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് കൂടി ഇതിനടിയിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇതിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് വാൾ ഡെക്കറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.